നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ബംഗാളിൽ പുതുയുഗ പിറവി. ബിജെപിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കായി സമവായ ശ്രമത്തിന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ വൈകിട്ട് 4 മണിക്ക് ചർച്ച. നേതാക്കളെ ഒറ്റയ്ക്ക് കാണും. മുഖ്യമന്ത്രി ചർച്ച തുടരവേ കോൺഗ്രസിൽ വീണ്ടും ഫ്ലെക്സ് പോസ്റ്റ് പോര്. കോൺഗ്രസിലെ അടി നേരത്തെ പ്രതീക്ഷിച്ചതെന്ന് എം വി ഗോവിന്ദൻ. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি. ബംഗാളിൽ പുതുചരിത്രം. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യ ബിജെപി സർക്കാർ ചുമതലയേറ്റു. ചരിത്ര നിമിഷത്തിന് സാക്ഷിയായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ. തമിഴ്നാട്ടിൽ ഭരണമുറപ്പിച്ചു വിജയ്. മന്ത്രിസഭാ രൂപീകരണത്തിന് വിജയ്ക്ക് VC-ക്ക് പിന്തുണ. ഇന്ന് കത്ത് നൽകും. ലഫ്റ്റനന്റ് ജനറൽ NS രാജ സുബ്രഹ്മണ്യ ഇന്ത്യയുടെ പുതിയ സംയുക്ത സൈനിക മേധാവി. നിയമനം നിലവിലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ വിരമിക്കുന്ന ഒഴിവിൽ ഈ മാസം 30-ന് സ്ഥാനമേൽക്കും. അവയവ കച്ചവടത്തിലെ മുഖ്യ സൂത്രധാരൻ നജീബിനായി ലുക്കൌട്ട് നോട്ടീസ്. തട്ടിപ്പ് നടന്നത് മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിൽ. വിശദമായ അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിക്കും. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമാകുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. IPL-ൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. മത്സരം രാത്രി 7:30 മുതൽ ജയ്പൂരിൽ. സെമി സാധ്യത സജീവമാക്കാൻ ഗുജറാത്തിന് ജയം അനിവാര്യം. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കായി കോൺഗ്രസിൽ നിർണായക ചർച്ചകൾ തുടരുകയാണ്. ഖർഗെയുടെ വസതിയിൽ വൈകിട്ട് 4 മണിക്ക് ചർച്ച. നേതാക്കളെ ഒറ്റയ്ക്ക് കാണാനുമുള്ള ശ്രമമുണ്ട്. സമവായ ശ്രമത്തിനാണ് ഹൈക്കമാൻഡ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഈ 3 പേരിൽ ആര് എന്നതിലേക്ക് ഇപ്പോഴും ഹൈക്കമാൻഡിന് ഒരു നിലപാടിലേക്കോ തീരുമാനത്തിലേക്കോ എത്താൻ സാധിച്ചിട്ടില്ലേ? ഇന്നിപ്പോൾ വൈകിട്ട് ഖർഗെയുടെ വസതിയിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. കൂട്ടായിട്ടാണോ അതോ പ്രത്യേകമായിട്ടായിരിക്കുമോ നേതാക്കളെ കാണുക? സ്വപ്ന, ഈ നിമിഷം വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് സാധിച്ചില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ കേന്ദ്ര നിരീക്ഷകരും ഒപ്പം ദീപാദാസ് മുൻഷിയും ഇന്നലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയെ കണ്ട് കേരളത്തിലെ സാഹചര്യവും MLA-മാരുടെ പിന്തുണയും ഉൾപ്പെടെ അറിയിച്ചിരുന്നു. പിന്നീട് നടന്നിട്ടുള്ള യോഗത്തിലും ഒരു പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായി, അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രത്യേകം ഈ 3 നേതാക്കളെയും ഹൈക്കമാൻഡ് കാണും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സമവായത്തിലേക്ക്, ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് ഹൈക്കമാൻഡ് 3 നേതാക്കളെയും എത്തിക്കാൻ സാധിക്കുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. കാരണം നിലവിൽ MLA-മാരിൽ ബഹുഭൂരിപക്ഷവും പിന്തുണച്ചിട്ടുള്ളത് KC വേണുഗോപാലിനെയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയെ എത്തുകയാണെങ്കിൽ കടുത്ത അതൃപ്തി VD സതീശന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് കോൺഗ്രസിനുള്ളിലും അതുപോലെ തന്നെ UDF-നുള്ളിലും വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും. പിന്നീട് KC വേണുഗോപാൽ രാജിവെക്കുന്ന ഒഴിവിൽ ലോക്സഭയിൽ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. നിയമസഭയിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും. ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? എന്ത് ഫോർമുല വെച്ചുകൊണ്ട് KCയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ എന്ത് ഫോർമുല വെച്ചുകൊണ്ട് VD സതീശനെ അനുനയിപ്പിച്ച് നിർത്താൻ തുടങ്ങിയിട്ടുള്ള ചർച്ചകളാണ് ഹൈക്കമാൻഡിനുള്ളിൽ നടത്തുന്നത്. ഏതായാലും വൈകിട്ട് 4 മണിയോടുകൂടി 3 നേതാക്കളെയും മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ കാണുന്നുണ്ട്. പിന്നീട് ഹൈക്കമാൻഡ് നേതൃത്വം നടത്തുന്ന നിർണായക ചർച്ചകൾക്കൊടുവിലായിരിക്കും ഒരു അന്തിമ പ്രഖ്യാപനത്തിന് സാധ്യതയുള്ളത്. ഈ ചർച്ചകളിൽ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചർച്ചയിൽ ഇനി ഏറ്റവും കൂടുതൽ നിർണായകമാവുക രാഹുൽ ഗാന്ധിയുടെ തീരുമാനമായിരിക്കും. ചർച്ചയിൽ രാഹുൽ ഗാന്ധി എന്ത് അഭിപ്രായം മുൻപോട്ട് വെക്കുന്നു എന്നതനുസരിച്ചിരിക്കും അന്തിമ തീരുമാനമെന്നാണ് മനസ്സിലാക്കേണ്ടത്. MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണയുള്ളതിനാൽ KC വേണുഗോപാലിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രതിസന്ധികൾ ഹൈക്കമാൻഡിന് മുൻപിലുണ്ടാകും. 2 ഉപതെരഞ്ഞെടുപ്പ്, ലീഗിന്റെ ഉൾപ്പെടെ അതൃപ്തി, ഇത്തരം പ്രതിസന്ധികളാണ് ഒരു പേരിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ നിലവിൽ പ്രശ്നമായി തുടരുന്നത്. ഏതായാലും വൈകിട്ട് 4 മണിക്ക് ചർച്ചകൾ
തുടരുകയാണ്. ഡൽഹിയിൽ ഹൈക്കമാൻഡിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ തന്നെ ഇത് സംബന്ധിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ പ്രതികരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോൺഗ്രസിലെ അടി നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. 3 പേർ മുഖ്യമന്ത്രിയാകാൻ അരങ്ങേറ്റം നടത്തുന്നുവെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. പ്രതിപക്ഷ നേതാവിനെ വേഗം തീരുമാനിക്കുമെന്നും MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. കോൺഗ്രസിലുള്ള അടി സ്വാഭാവികമായിട്ടും ആദ്യം മുതലേ എല്ലാവരും മനസ്സിലാക്കിയതാണ്. 3 പ്രധാനപ്പെട്ട വ്യക്തികൾ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി വളരെ ശക്തമായ രീതിയിലുള്ള അരങ്ങേറ്റം നടത്തിയിട്ടുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള അടി അന്നേ നമ്മൾ കണ്ടതാണ്. അതിപ്പോഴും രൂക്ഷമായ രീതിയിൽ തുടരുന്നു എന്ന് മാത്രമേ പറയാം. മുഖ്യമന്ത്രി ഇന്നോ നാളെ അറിയാം, പ്രതിപക്ഷ നേതാവിനെ അറിയാമോ TV യോഗത്തിൽ? അതൊക്കെ വേണ്ടി വരും. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഇന്നത്തെ യോഗം കഴിയട്ടെ, സമവായത്തിലെത്തുമെന്നാണ് പ്രതീക്ഷ. പരസ്യ പ്രതിഷേധം പാടില്ലെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും സണ്ണി ജോസഫ് ഡൽഹിയിൽ പറഞ്ഞു. തീരുമാനം പെട്ടെന്നുണ്ടാവും. ഇന്നത്തെ മീറ്റിംഗ് കഴിയട്ടെ. അതിനായിരിക്കും AICC പരിശ്രമിക്കുക. ഈ വിഷയത്തിൽ KPCCയുടെ നിലപാട് നിർണായകമായി. AICCക്ക് വിട്ടല്ലോ പൂർണ്ണമായിട്ടും. സമവായത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഭാഗീയ പ്രവർത്തനമാണ് കോൺഗ്രസിൽ നടക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. തെരുവിലെ കളി അവസാനിപ്പിക്കണം, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. സംഘടനാ മര്യാദ പാലിക്കണം. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറിയവർ കോൺഗ്രസുകാരല്ല. KCക്കൊപ്പം രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ടെങ്കിൽ അതും നശിപ്പിക്കുമായിരുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പറഞ്ഞു. പ്രകടനം നടത്തുന്ന ആളുകൾ കോൺഗ്രസുകാരാണെങ്കിൽ സംഘടനാ മര്യാദകൾ പാലിക്കണം. കോൺഗ്രസിന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന, കേരളത്തിൽ നിരവധി വർഷക്കാലമായി ഫീൽഡുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സ് ബോർഡ് വലിച്ചു കീറുന്നു. അതിനകത്ത് ഉമ്മൻചാണ്ടിയും ചവിട്ടി കൂട്ടി ചുരുട്ടി എടുത്ത് ദൂരെ കളഞ്ഞു. ആ പ്രവൃത്തി ആരാണോ ചെയ്തത് അവന്മാരെ കോൺഗ്രസ് ആയി കാണാൻ പറ്റില്ല. KC വേണുഗോപാലിന്റെ ഔദാര്യം പറ്റിയ എത്രയോ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ ഇതുവരെ? സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഫ്ലെക്സ് വലിച്ചു കീറിയിട്ട് അദ്ദേഹത്തിന്റെ ഔദാര്യത്തിൽ ഇന്ന് പാർട്ടിയുടെ ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ആരെങ്കിലും ഒരുത്തൻ കമാന്ന് മിണ്ടിയോ? എല്ലാവരും ഡൽഹിയിൽ പോയിരിക്കുന്നത് മന്ത്രിസ്ഥാനം ഒപ്പിച്ചെടുക്കാനാണ്, നല്ല വകുപ്പുകൾ തട്ടിയെടുക്കാനാണ്. KPCC പ്രസിഡന്റ് മന്ത്രിയാകുമെന്ന് കണ്ടപ്പോൾ തന്നെ ആ കസേര ഒഴിഞ്ഞില്ല. അതിനു മുമ്പ് ആ കസേര പിടിക്കാൻ ആൾ പോയിരിക്കുകയാണ്. പേരിന്റെ പേരും പറഞ്ഞ്, ജാതി പേരും പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇവരാരെങ്കിലും ഒരാൾ സീനിയോറിറ്റിയൊന്നും മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിൽ ബാധകമാകേണ്ട കാര്യമില്ലെന്ന് K മുരളീധരൻ. MLA-മാരുടെ പിന്തുണയും ഘടകകക്ഷികളുടെ പിന്തുണയും തീരുമാനത്തിൽ ഘടകമാകും. ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയതുകൊണ്ടോ ഒന്നും തീരുമാനമാകില്ല. പ്രകടനങ്ങൾ നടത്തുന്നത് ശരിയല്ല. ഫ്ലെക്സിൽ തുപ്പുന്നവർ കോൺഗ്രസുകാരല്ല എന്നും മുഖ്യമന്ത്രി പട്ടികയിൽ തന്റെ പേര് വിട്ടുപോയതാകാമെന്നും K മുരളീധരൻ പറഞ്ഞു. ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ ജാഥ നടത്തിയത് കൊണ്ടോ ഒന്നും തീരുമാനം വരില്ല. തീരുമാനം ആവേണ്ട സമയത്താവും. അവരാരും കോൺഗ്രസ്സുകാരല്ല. അങ്ങനെ ഫ്ലെക്സിൽ തുപ്പുന്നവരുടെയൊക്കെ അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. സീനിയോറിറ്റി ഒന്നും പാർട്ടിക്കകത്ത് പലപ്പോഴും നോക്കിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന 3-ൽ-1 മുഖ്യമന്ത്രിയാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. ഫ്ലെക്സ് കീറൽ, കരിയോയിൽ പ്രയോഗമൊക്കെ സമ്മർദ്ദതന്ത്രമാണ്. 2 എത്ര ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള ശക്തിയും കോൺഗ്രസിനുണ്ട്. വ്യവസ്ഥാപിതമായ നിലയിൽ അത് നടക്കുക തന്നെ ചെയ്യും. പുറത്തുവരുന്നതെല്ലാം ഊഹാപോഹങ്ങളെന്നും PJ കുര്യൻ പറഞ്ഞു. ഒരു പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനൊരു വ്യവസ്ഥാപിതമായ സിസ്റ്റമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് MLA-മാരോട് ജനപ്രതിനിധികളോട് ചോദിക്കുകയല്ലാതെ മറ്റെന്താണ് മാർഗം? നിങ്ങൾ പറയുന്നത് ചാനലുകാരുടെ അഭിപ്രായം വെച്ചെടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങേയറ്റം തെറ്റാണ്. അതായത് ഈ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ. കരിയോലി ഒഴിക്കുന്നതാണെങ്കിലും ഫ്ലക്സ് വെക്കുന്നതാണെങ്കിലും ഇതെല്ലാം സമ്മർദ്ദ തന്ത്രങ്ങളാണ്.
ആ സമ്മർദ്ദ തന്ത്രങ്ങൾ പാടില്ല. സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് വ്യവസ്ഥാപിത മാർഗമുണ്ട്. ആ മാർഗം അനുസരിച്ച് മാത്രമേ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുകയുള്ളൂ. ജീവിതം കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച നേതാക്കന്മാരെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന ശൈലി കോൺഗ്രസ് സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന ടി സിദ്ദിഖ് എം.എൽ.എ. വിഡിയും കെ.സിയും ആർ.സിയും എല്ലാം കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളാണെന്നും അവരുടെ യോജിച്ചുള്ള പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ് ഹൈക്കമാൻഡ് നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹമാധ്യമത്തിലും പൊതുയിടത്തിലും അണികൾ പരിധി വിട്ട് പെരുമാറുന്നത് സങ്കടകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവിതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച നേതാക്കന്മാരെ പൊതുമധ്യത്തിൽ അപമാനിക്കാനും അധിക്ഷേപിക്കാനും നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ശൈലി അത് കോൺഗ്രസ് സംസ്കാരത്തിന് ഒരിക്കലും യോജിച്ചതല്ല. നടന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ കടുത്ത വേദനയും അമർഷവും എല്ലായിടങ്ങളിലുമുണ്ട്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ആരെന്ന അനിശ്ചിതത്വം തുടരുന്നതിനിടെ സംസ്ഥാനത്ത് പലയിടത്തും ഫ്ലക്സ് യുദ്ധം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വി.ഡി. സതീശനെതിരെ കെ.എസ്.ഐ വിഭാഗം വലിയ ഫ്ലക്സ് സ്ഥാപിക്കുകയും മുദ്രാവാക്യം പോസ്റ്ററായി പതിക്കുകയും ചെയ്തു. അതേസമയം കോതമംഗലത്ത് വി.ഡി. സതീശനെ അനുകൂലിച്ച് പ്രവർത്തകർ പ്രകടനം നടത്തി. മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രകടനങ്ങളും ഫ്ലെക്സുകളും പതിക്കരുതെന്ന നിർദ്ദേശത്തെ കാറ്റിൽ പറത്തിയാണ് കെ.സി. വേണുഗോപാൽ അനുകൂലികളും വി.ഡി. സതീശൻ അനുകൂലികളും എതിർത്തും അനുകൂലിച്ചും ഇന്നും ഫ്ലെക്സ് പോസ്റ്റർ പോര് തുടരുന്നത്. ഇന്നലെ തലസ്ഥാനത്തു നടന്ന വി.ഡി. അനുകൂല പ്രകടനത്തിൽ നശിപ്പിച്ച കെ.സിയുടെ ഫ്ലെക്സിന് സമീപമാണ് ഇന്ന് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്ക് മാപ്പില്ലെന്നെഴുതിയ പുതിയ ഫ്ലെക്സ് എത്തിയത്. ഇതിൽ വി.ഡി. സതീശനോട് 3 ചോദ്യങ്ങളും എഴുതി ചോദിക്കുന്നു. കൂലിക്കിറക്കിയ ആളെ കണ്ട് ഞങ്ങൾ പേടിച്ചുപോയെന്ന് പറഞ്ഞേക്ക് എന്ന പോസ്റ്ററും വി.ഡിയുടെ ഫ്ലെക്സിൽ പതിച്ചിട്ടുണ്ട്. കോഴിക്കോട് വി.ഡി. സതീശന്റെ ഫ്ലെക്സിൽ കരിയോയിൽ പ്രയോഗമാണ് നടത്തിയത്. DCC ഓഫീസിന് സമീപത്ത് സ്ഥാപിച്ച ഫ്ലെക്സിലാണ് കരിയോയിൽ ഒഴിച്ചത്. സതീശന് അദാനി ഗ്രൂപ്പുമായി രഹസ്യബന്ധമോ എന്നും അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ ആൽവിയുമായി സതീശന്റെ രഹസ്യ കൂടിക്കാഴ്ച എന്തിനാണെന്നും കോഴിക്കോട്ടെ കോൺഗ്രസുകാർ എന്ന പേരിൽ ഫ്ലെക്സ് ഉയർത്തിയിട്ടുണ്ട്. അതേസമയം ആലപ്പുഴ പൂങ്കാവിൽ കെ.സി. വേണുഗോപാലിനെതിരെയാണ് ഫ്ലെക്സ്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന അത്യാഗ്രഹികൾ വടക്കാഞ്ചേരി ഓർമ്മിക്കണമെന്നാണ് കോൺഗ്രസ് സഹയാത്രികർ എന്ന പേരിലുള്ള ഫ്ലെക്സിൽ പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് വി.ഡി. സതീശനെ അനുകൂലിച്ചും പ്രകടനം നടന്നു. പ്രകടനം PO ജംഗ്ഷനിലെത്തിയപ്പോൾ കെ.സി. വേണുഗോപാലിനെ അനുകൂലിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് വി.ഡി. അനുകൂലികൾ നശിപ്പിച്ചു. 200ഓളം പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം ചെറിയ പള്ളിത്താഴത്ത് സമാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് പരാജയം അവലോകനം ചെയ്യാൻ കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ തുടരുകയാണ്. ചെയർമാൻ ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. MLA-മാരായിരുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പ്രമോദ് നാരായൺ എന്നിവർ യോഗത്തിന് എത്തിയിട്ടില്ല. ഇരുവരും ഉടൻ യോഗത്തിന് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പ്രാതിനിധ്യം കുറവാണ്. പശ്ചിമബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യ BJP സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലായിരുന്നു ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. আমি শুভেন্দু অধিকারী ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব। পশ্চিমবঙ্গ রাজ্যের মুখ্যমন্ত্রী রূপে আমার কর্তব্যসমূহ নিষ্ঠাপূর্বক এবং বিবেকসম্মতভাবে নির্বাহ করিব। ജിഷ്ണു ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ജിഷ്ണു, പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ ചുമലിലേറി BJP പുതുയുഗത്തിലേക്ക് നടന്നു കയറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ബംഗാളിൻ്റെ വികസനത്തിന് ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ആവശ്യകത എത്രയെന്ന് ബംഗാളി ജനതയെ ബോധിപ്പിക്കാൻ സുവേന്ദു അധികാരിക്കും കൂട്ടർക്കും സാധിച്ചിരിക്കുന്നു. വിവരങ്ങൾ.
സ്വപ്ന ബംഗാളിൽ BJP പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കൊൽക്കത്തയിൽ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗാളി ഭാഷയിലായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. സുവേന്ദു അധികാരിയെ കൂടാതെ ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ തുടങ്ങി 5 BJP നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയും 5 മന്ത്രിമാരുമാണ് നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, അത് യോഗി ആദിത്യനാഥും രേഖാ ഗുപ്തയും ഉൾപ്പെടെ BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഒപ്പം ബംഗാളിലെ മുതിർന്ന BJP നേതാക്കളും വൻ ജനക്കൂട്ടവും ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഒത്തുചേർന്നിരുന്ന ഒരു അഭിമാന മുഹൂർത്തമായാണ് BJP സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ആഘോഷിച്ചിട്ടുള്ളത്. ഇന്നലെ വൈകിട്ട് കൊൽക്കത്തയിൽ നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലായിരുന്നു സുവേന്ദു അധികാരിയെ BJPയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. പിന്നീട് വൈകിട്ട് 6:30യോടുകൂടി ലോക് ഭവനിലെത്തി സുവേന്ദു അധികാരി സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. ബംഗാളിനെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുമെന്നും അഴിമതിയും അക്രമവും ബംഗാളിൽ നിന്ന് തുടച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനവുമാണ് സുവേന്ദു അധികാരി നടത്തിയിട്ടുള്ളത്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ മണിക്കൂറുകളാണ് കടന്നുപോയിട്ടുള്ളത്. അവിടെ 15 വർഷം നീണ്ട തൃണമൂൽ ഭരണം, മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണം പിടിക്കുന്നു. അതും 2016 തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ നേടിക്കൊണ്ട് കരുത്തു തെളിയിച്ചിരുന്നു. ഇത്തവണ കൊൽക്കത്തയിൽ ഭവാനിപൂരിലെ തൃണമൂൽ കോട്ട പോലും തകർത്തെറിച്ചുകൊണ്ടാണ് ബംഗാളിന്റെ മണ്ണിൽ BJP ആദ്യമായി ഭരണം പിടിച്ചത്. അത് വളരെ പ്രൗഢഗംഭീരമായി തന്നെ അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങും പൂർത്തിയായിരിക്കുകയാണ്. ബംഗാളിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. അതേസമയം തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള മാജിക് നമ്പർ വിജയ് തികച്ചിരിക്കുകയാണ്. VCക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരമൊരുങ്ങുന്നത്. വിജയ് അല്പസമയത്തിനകം VCക്ക് ഓഫീസിലെത്തും. അതിനിടെ AMMK MLA കാമരാജിന്റെ പേരിൽ TVK വ്യാജക്കത്തുണ്ടാക്കിയതായി ആരോപിച്ച് TV ദിനകരൻ രംഗത്തെത്തി. തനിക്കൊപ്പമുള്ള മാന്നാർകുടി MLA S കാമരാജ് TVKക്ക് പിന്തുണ നൽകിയതായി ചില മാധ്യമങ്ങളിൽ വാർത്ത കണ്ടുവെന്നും എന്നാൽ അങ്ങനെയൊരു പിന്തുണ നൽകിയിട്ടില്ല എന്നും TV ദിനകരൻ ആരോപിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദിനകരൻ ലോക് ഭവനിലെത്തി ഗവർണറെയും കണ്ടു. അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ മുഖ്യപ്രതിക്കായി ലുക്കൌട്ട് സർക്കുലർ ഇറക്കി. മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായിട്ടാണ് ലുക്കൌട്ട് സർക്കുലർ. മെഡിക്കൽ ടൂറിസത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടന്നത്. കേസിൽ വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക സംഘം രൂപീകരിക്കും. ഉന്നത വ്യക്തികളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് അവയവദാന തട്ടിപ്പ് നടത്തിയ കേസിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നത്. MP, MLA മാർ, ജഡ്ജിമാർ എന്നിവരുടെ പേരിൽ പ്രതികൾ വ്യാജരേഖകൾ നിർമ്മിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിൽ 3 പേരെ കഴിഞ്ഞ ദിവസം എറണാകുളം റൂറൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പിടികൂടിയത്. സണ്ണി വർഗീസ്, ഇയാളുടെ ഭാര്യ സിനി വർഗീസ്, സനോജ് എന്നിവരാണ് എറണാകുളത്ത് പിടിയിലായത്. അവയവ കച്ചവടത്തിന് വ്യാജരേഖ തയ്യാറാക്കിയെന്ന കേസിലാണ് അറസ്റ്റ്. പള്ളിക്കരയിലെ സൺ കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനാണ് സണ്ണി വർഗീസും സിനിയും. പള്ളിക്കരയിലെ സൈൻ HD സ്റ്റുഡിയോയിൽ നടത്തിയ പരിശോധനയിലാണ് ഇവിടുത്തെ ജീവനക്കാരനായ സനോജിനെ അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് നജീബിനായി ലുക്കൌട്ട് സർക്കുലറും പുറത്തിറക്കി. കല്ലത്രസ് മെഡിക്കൽ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിലാണ് അവയവദാന തട്ടിപ്പ് നടന്നിരുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അറിവോടെയാണോ അവയവ കച്ചവട സംഘം ഒപ്പും സീലും ഉപയോഗിച്ചതെന്നതിലാണ് പരിശോധന. കഴിഞ്ഞ ഒക്ടോബറിൽ ആശുപത്രിയിൽ വെച്ച് വടക്കേക്കര സ്വദേശി അവയവദാനം നടത്തിയിരുന്നു. ഈ അവയവദാതാവിനെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. KSRTCയിൽ UDF സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ബാധ്യതയുടെ കണക്കെടുപ്പ് ആരംഭിച്ചു KSRTC. ഇതിന്റെ ഭാഗമായി ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനത്തിന് ഇന്നു മുതൽ തുടക്കമായി. ഇതുപ്രകാരം ബസ്സിലെ സ്ത്രീ പുരുഷ ടിക്കറ്റുകളുടെ എണ്ണവും തുകയും പ്രത്യേകം കണക്കാക്കി റിപ്പോർട്ട് തയ്യാറാക്കും. അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് നടപ്പാക്കുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും പ്രധാനമാണ് KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര. സർക്കാർ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ കണക്ക് തയ്യാറാക്കുകയാണ് KSRTC. ധനസെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നു മുതൽ KSRTCയിൽ നൽകുന്ന ടിക്കറ്റുകളിൽ സ്ത്രീ, പുരുഷൻ എന്നിങ്ങനെ കൂടി രേഖപ്പെടുത്തുന്നത്. ടിക്കറ്റ് മിഷനുകളിൽ ഇതിനനുസരിച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. 10 ദിവസത്തെ പഠനമാണ് നടത്തുന്നത്. ഒരു ദിവസവും ഒരാഴ്ചയും എത്ര സ്ത്രീ ടിക്കറ്റുകൾ ഉണ്ടെന്നും അതിൻ്റെ സാമ്പത്തിക ബാധ്യതയുമാണ് കണക്കാക്കുന്നത്.
KSRTC തയ്യാറാക്കുന്ന റിപ്പോർട്ട് ധനവകുപ്പിനും തുടർന്ന് ഇത് സർക്കാരിനും സമർപ്പിക്കും. കോൺഗ്രസ് മന്ത്രിസഭയുടെ ആദ്യ യോഗത്തിൽ തന്നെ ഇക്കാര്യം പരിശോധിച്ച് തീരുമാനമെടുത്തേക്കും. KSRTCക്ക് വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ എതിർപ്പാണ് ഉള്ളത്. ഇതിനിടയിലാണ് സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് കണക്കെടുക്കാൻ KSRTC ജനറൽ മാനേജർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വേനൽമഴ ശക്തമാകുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മഴയും ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ 9 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പാണ്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. തീരദേശ മേഖലകളിലും ലക്ഷദ്വീപിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. പത്നി നീത സേത്തുമായി ആശ്രമത്തിലെത്തിയ അദ്ദേഹത്തെ മുതിർന്ന സന്യാസിമാരും ആശ്രമ അന്തേവാസികളും കോളേജ് അധികൃതരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെ കണ്ട് വിശേഷങ്ങൾ പങ്കുവച്ചു. അമ്മയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആശ്രമവും അമൃത വിശ്വവിദ്യാപീഠവും അമൃതപുരി ക്യാമ്പസും സന്ദർശിച്ചു. അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഗവേഷണ ലാബുകളും സെന്ററുകളും സന്ദർശിച്ച അദ്ദേഹം സർവകലാശാല അധികൃതരുമായും വിവിധ ലാബുകളുടെയും സെന്ററുകളുടെയും പ്രതിനിധികളുമായും സംവദിച്ച ശേഷമാണ് മടങ്ങിയത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരവും ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ബ്രാൻഡ് അംബാസഡറുമായ യുവരാജ് സിംഗ് തൃശൂർ മരത്താക്കരയിലുള്ള ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസ് സന്ദർശിച്ചു. മരത്താക്കര കുഞ്ഞനമ്പാറ സിഗ്നൽ മുതൽ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസായ ധനലക്ഷ്മി ഭവൻ വരെ വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ വർണ്ണാഭമായ റോഡ് ഷോ നടത്തി. സന്ദർശനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുത്ത 10 പേർക്ക് യുവരാജ് സിംഗ് ഒപ്പിട്ട ക്രിക്കറ്റ് ബാറ്റ് സമ്മാനമായി നൽകിയൊപ്പം ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പുതിയ കസ്റ്റമർ കെയർ നമ്പറിന്റെ ലോഞ്ചിങ്ങും നടത്തി. ക്യാൻസർ ബാധിതർക്കായുള്ള 1 കോടി രൂപയുടെ സഹായത്തിനും ധനലക്ഷ്മി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വിപിൻ ദാസ് കടങ്ങോട്ട് ലയൺസ് കേരള മൾട്ടിപ്പിൾ സെക്രട്ടറി ജെയിംസ് വളപ്പിലേക്ക് കൈമാറി. ഡയറക്ടർമാരായ ശ്യാംദേവ്, സൂരജ് KB, ബൈജു S ചുള്ളിയിൽ, സുനിൽകുമാർ K എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. രഞ്ജിനി ഹരിദാസ് അവതാരകയായ പരിപാടിയിൽ പ്രശസ്ത സിനിമാ താരം നവ്യ നായർ പങ്കെടുത്തു. ക്രിക്കറ്റ് കളിക്കായി കൊച്ചിയിലെത്തിയപ്പോൾ കണ്ട ആവേശമാണ് മരത്താക്കരയിലും കാണാൻ കഴിഞ്ഞതെന്ന് യുവരാജ് സിംഗ് പറഞ്ഞു. And the work that you're doing around helping my cancer foundation, UVCAN. I think, as I said before, it's important to give back. You know, if you're in a good position, you should always help others. And, you know, when they become something, they will always remember you and they will help the next generation. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് സമീപം സ്ഥാപിച്ചിട്ടുള്ള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ ഒരു പുതിയ അതിഥി കൂടിയെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 7:35 10 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലഭിച്ചത്. ഈ അമ്മത്തൊട്ടിലെ 8ാമത്തെ കുരുന്നാണിത്. കുഞ്ഞിന് അക്ഷര എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. കോഴിക്കോട് അമ്മത്തൊട്ടിലെ 2ാമത്തെ പെൺകുഞ്ഞാണ് അക്ഷര. IPL ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 മുതൽ ജയ്പൂരിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് സെമി സാധ്യതകൾ സജീവമാക്കാൻ ഇന്ന് ജയം അനിവാര്യമാണ്. 12 പോയിന്റോടെ രാജസ്ഥാൻ 4ാം സ്ഥാനത്താണ്.
റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.